കണ്ണൂർ പയ്യന്നൂരിലും രേഖകളില്ലാതെ കടത്തിയ 7.5 ലക്ഷത്തിലധികം രൂപ പിടികൂടി. കാറിൽ കടത്തുകയായിരുന്ന പണമാണ് പിടിച്ചെടുത്തത്. മതിയായ രേഖകൾ ഹാജരാക്കാൻ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് സാധിച്ചില്ല. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. രജീഷ് കുളങ്ങര ചേരുന്ന വിവരങ്ങളുമായി. രജീഷ്, ഈ 7.5 ലക്ഷത്തോളം രൂപയാണ് പയ്യന്നൂരിൽ നിന്നും പിടിച്ചെടുത്തത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മറവിൽ കൊണ്ടുവന്ന പണമാണോ? ടോമ, ഇന്ന് രാവിലെയാണ് 8:30 പയ്യന്നൂർ കണ്ടോത്ത് ദേശീയപാതയിൽ വാഹന പരിശോധനയ്ക്കിടെ രേഖകളില്ലാത്ത പണം കണ്ടെത്തിയത്. കൃത്യമായി പറഞ്ഞാൽ 7,63,700 രൂപയായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് സർവൈലൻസ് ടീം പിടികൂടിയത്. KL 59S 8393 നമ്പർ കാറിലാണ് ഈ ഒരു തുക കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഈ തുക SST കണ്ടെടുക്കുമ്പോൾ മതിയായ രേഖകൾ ഹാജരാക്കാൻ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് സാധിച്ചില്ല. പരിശോധനയ്ക്കിടെ കണ്ടെടുത്ത പണത്തിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുവെങ്കിലും അത് കാര്യമായ രേഖകളൊന്നും അവർക്ക് ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് നിയമ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിടിച്ചെടുത്ത തുക ഫിനാൻസ് ഓഫീസർക്ക് കൈമാറുന്നതിനായി പയ്യന്നൂർ ട്രഷറിയിൽ ഏൽപ്പിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രധാന പാതകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥരുടെ കർശന പരിശോധന നടന്നു വരികയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചെലവിലേക്കുള്ള പണമാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ബാങ്കിൽ നിന്നാണെങ്കിൽ അതിന്റെ ഒരു റെസിപ്റ്റ്, വസ്തു കച്ചവടമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അത്തരത്തിലൊരു രേഖകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് കുഴൽപ്പണമാണോ, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനുള്ള രാഷ്ട്രീയ കക്ഷികൾക്കുള്ള പണമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അത് ട്രഷറിയിൽ കൈമാറുവാനാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് K സുനീഷ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീകാന്ത്, BSF ഉദ്യോഗസ്ഥർ തുടങ്ങുന്നവർ അടങ്ങുന്ന ഒരു ടീമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത്. യെസ്, വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എല്ലായിടങ്ങളിലും സമാനമായ രീതിയിലുള്ളൊരു പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വലിയ രീതിയിൽ, വ്യാപകമായ രീതിയിൽ ഒരു കള്ളപ്പണം ഒഴുക്ക് ഉണ്ടാകുന്നുണ്ടോ? ഈ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുണ്ടോ? ഇത് ആർക്കു വേണ്ടിയാണ് ഈ പണം എത്തിച്ചതെന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോമ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാന പാതകൾ, പ്രത്യേകിച്ച് ദേശീയപാതകൾ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെയും എൻഫോഴ്സ്മെന്റ് ടീമിന്റെയും ഉള്ള പരിശോധന കർശനമാണ്. പയ്യന്നൂര് പരിസര പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്നാൽ ലഹരി ഉൾപ്പെടെയുള്ള കടത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു തുക ഇങ്ങനെ പിടിക്കപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലുള്ള കള്ളപ്പണം ഒഴുക്ക് തടയുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നതെങ്കിൽ കൂടി മറ്റു പല കുറ്റകൃത്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ പിടിക്കപ്പെടുന്ന സ്ഥിതിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളത്. ലഹരി കടത്ത് ഉൾപ്പെടെയുള്ള പിടിച്ചത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഴൽപ്പണമാകാനുള്ള സാധ്യതയുണ്ട്, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കുള്ള പണമാകാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ ഒരു വിവരം ഈ കാർ ഉണ്ടായിരുന്നവർക്ക് നൽകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത് പിടിച്ചെടുത്ത് ട്രഷറിയിലേക്ക് കൈമാറിയിട്ടുള്ളത്. യെസ്, വ്യക്തമാണ്. രജീഷ് കുളങ്ങരയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പയ്യന്നൂരിലാണ് കള്ളപ്പണവുമായി 7 ലക്ഷത്തോളം രൂപയുമായി ഒരു സംഘം പിടിയിലായിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.